ഗണേശന്റെ പുതിയ നുണ. അടുത്ത തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് പുറത്തിറക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF-ഉം. ഞങ്ങൾ വന്നാൽ വാഹന മോഡിഫിക്കേഷൻ നിയമവിധേയമാക്കും. ആഹാ, എന്തു സുഖല്ലേ. വിവരക്കേട് പറഞ്ഞ് പിള്ളേരെ പറ്റിക്കരുത് മിസ്റ്റർ. അദ്ദേഹത്തിന് നുണ പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ കേട്ട പാതി കേൾക്കാത്ത പാതി ഇത് വ്യാപകമായി ഷെയർ ചെയ്തവർ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ഗൂഗിൾ സെർച്ച് എങ്കിലും ചെയ്ത് നോക്കിയിട്ട് പോരായിരുന്നോ ഈ ആഘോഷങ്ങളൊക്കെ? ഇനി ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വാഹന നിയമങ്ങൾ നിയന്ത്രിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ്. 1988 മോട്ടോർ വാഹന നിയമം അനുസരിച്ചാണ് ഇന്ത്യയിലെ ഓരോ വാഹനവും നിരത്തിലിറങ്ങുന്നത്. ഒരു വാഹനത്തിന് നിർമ്മാതാവ് നൽകിയിട്ടുള്ള ഒറിജിനൽ സ്പെസിഫിക്കേഷനുകളിൽ മാറ്റം വരുത്താൻ ഉടമയ്ക്ക് അധികാരമില്ല. സെക്ഷൻ 52. എന്തിന് നിറം മാറ്റുന്നതിന് പോലും കൃത്യമായ അനുമതി വേണം. 2019 ജസ്റ്റിസ് അമിതവാ റോയ്, സഞ്ജയ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധി പ്രകാരം നിർമ്മാതാവ് നൽകിയ ഘടനയിൽ മാറ്റം വരുത്തുന്നത് നിയമവിരുദ്ധമാണ്. റോഡ് നികുതി പിരിക്കാനും പിഴ ഈടാക്കാനും മാത്രമേ സംസ്ഥാനത്തിന് അധികാരമുള്ളൂ. കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താൻ നിയമസഭയ്ക്ക് കഴിയില്ല. ഇനി മാറ്റം വന്നാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെ അത്ര കാര്യമുള്ള കാര്യമാണോ എന്ന് ചോദിക്കുന്നവരോട്, ടയറുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നതും ബോഡി മുറിച്ചു മാറ്റുന്നതും വാഹനത്തിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും. അപകടമുണ്ടായാൽ ഇൻഷുറൻസ് പോലും ലഭിക്കില്ല. ഉയർന്ന ശബ്ദമുണ്ടാക്കുന്ന സൈലൻസറുകൾ വയോധികർക്കും രോഗികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ എതിരെ വരുന്ന ഡ്രൈവർമാരുടെ കണ്ണ് ചിമ്മിപ്പിക്കുകയും വലിയ അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. കേരള ഹൈക്കോടതി പലതവണ ട്രാൻസ്പോർട്ട് കമ്മീഷണറോട് നിർദ്ദേശിച്ചിട്ടുള്ളത് മോഡിഫൈ ചെയ്ത വാഹനങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ്. ഓരോ നിയമലംഘനത്തിനും 5000 രൂപ വീതം പിഴ. നിയമം ലംഘിക്കുന്ന വാഹനങ്ങളുടെ RC റദ്ദാക്കാനും വാഹനം പിടിച്ചെടുക്കാനും കോടതി അനുമതിയുണ്ട്. കേന്ദ്ര നിയമത്തിന് മുകളിൽ സംസ്ഥാന നിയമം വരുമെന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് തുല്യമാണ്. യുവാക്കളുടെ ക്രിയേറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കപ്പെടണം, പക്ഷേ അത് നിയമവിധേയമായും സുരക്ഷിതമായും ആയിരിക്കണം. യുവാക്കളുടെ ആവേശം മുതലെടുത്ത് വോട്ട് തട്ടാൻ നോക്കുമ്പോൾ വരാനിരിക്കുന്ന അപകടങ്ങളാണ് ഇവർ മറച്ചു വെക്കുന്നത്. അല്ല, കാര്യങ്ങളൊക്കെ ഇത്ര സിമ്പിൾ ആയിരുന്നെങ്കിൽ ഇത്രയൊക്കെ ചെയ്ത വാഹനങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഗണേഷ് സാർ അത് സാധിച്ചു തരില്ല. റോഡ് സുരക്ഷ ഒരു തമാശയല്ല. വോട്ടിനു വേണ്ടിയുള്ള നുണപ്രചരണങ്ങൾ നമ്മൾ തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞേ പറ്റൂ.